എക്സാംസിൽ നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണിത്. 1 രൂപയ്ക്ക് 2 നാരങ്ങ വാങ്ങിച്ച് 3 രൂപയ്ക്ക് 4 നാരങ്ങ വീതം വിൽക്കുകയാണെങ്കിൽ ലാഭശതമാനം എത്ര? സോൾവ് ചെയ്യാൻ നമ്പർ എത്ര എണ്ണം എന്നുള്ളത്, എത്ര രൂപ എന്നുള്ളത് എഴുതുക. 2 നാരങ്ങയ്ക്ക് 1 രൂപ, തിരിച്ച് വിറ്റത് 4 നാരങ്ങ 3 രൂപയ്ക്ക്. ചെയ്യേണ്ടത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 6, 4 × 1 4. ആദ്യത്തെ 4 നമ്മൾ കോസ്റ്റ് പ്രൈസ് ആയിട്ടും ഇത് സെല്ലിംഗ് പ്രൈസ് ആയിട്ടാണ് എടുക്കുന്നത്. തിരിഞ്ഞു പോകരുത്. ആദ്യമേ നമ്മൾ വാങ്ങിക്കുക, അപ്പോൾ വാങ്ങിച്ച വിലയാണല്ലോ ആദ്യം വരുന്നത്, പിന്നെയല്ലേ വിറ്റ വില വരുന്നത്. അപ്പോൾ ആദ്യം കിടക്കുന്നതാണ് കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് നമുക്കറിയാം എങ്ങനെയാണ്, സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് 6, കോസ്റ്റ് പ്രൈസ് 4, അപ്പോൾ പ്രോഫിറ്റ് 2. പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്താണ്? പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് 2, കോസ്റ്റ് പ്രൈസ് 4 ആണ്, ഇൻറ്റു 100 ക്യാൻസൽ ആവും. 25, 2 × 25 50% ആണ് പ്രോഫിറ്റ്. പക്ഷേ എക്സാമിന് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാം ഹോളിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് എന്താണെന്നും പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഇത്രയും ചെയ്യുക, 4ഉം 6ഉം എഴുതുക. ഡിഫറൻസ് ഇവിടെ വെച്ച് തന്നെ നമുക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. 6 ന് 4 പോയ ബാലൻസ് 2 ആണ്, ബൈ കോസ്റ്റ് പ്രൈസ് 4 ആണ്, ഇൻറ്റു 100 ക്യാൻസൽ ആകുമ്പോൾ 25, 2 × 25 50%. കോസ്റ്റ് പ്രൈസ് 2 എണ്ണത്തിന് 1 രൂപ, സെല്ലിംഗ് പ്രൈസ് 4 എണ്ണത്തിന് 3 രൂപ. നമ്മൾ ചെയ്യേണ്ടത് 4 കൊണ്ട് ഈ 2 നമ്പറിനെയും ഇൻറ്റു ചെയ്യുക. ഇപ്പോൾ 2 × 4 8, 4 × 1 4. അടുത്ത 2 കൊണ്ട് 2 നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 × 4 8 ആയി, 2 × 3 6. അതായത് ഇപ്പോൾ എണ്ണം സെയിം ആയി. 8 എണ്ണം വാങ്ങിച്ചത് 4 രൂപയ്ക്കാണ്, 8 എണ്ണം വിറ്റത് 6 രൂപയ്ക്കാണ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എത്ര രൂപയുടെയാണ്? 2 രൂപ ലാഭം. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 2 ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 4 അല്ലേ? കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ക്യാൻസൽ ചെയ്യുമ്പോൾ 25, 2 × 25 50% ആൻസർ കിട്ടും. A man purchases 8 pens for ₹10 and sells 10 pens for ₹8. How much profit or loss does he make? ഒരാൾ 8 പേന 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 10 പേന 8 രൂപയ്ക്ക് വിറ്റു എങ്കിൽ അയാൾക്ക് കിട്ടുന്നത് ലാഭമോ നഷ്ടമോ, അത് എത്ര ശതമാനമാണ്? നേരത്തെ പറഞ്ഞു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 8 64, 10 × 10 100. ആദ്യത്തെ നമ്പർ കോസ്റ്റ് പ്രൈസ് ആയിട്ടും രണ്ടാമത് സെല്ലിംഗ് പ്രൈസുമായിട്ട് എടുത്തു. കോസ്റ്റ് പ്രൈസ് ആണ് കൂടുതൽ, അപ്പോൾ ലോസ് ആണ്. ലോസ് എത്രയാണ്? 100 മൈനസ് 64 36 ആണ് ലോസ്. ലോസ് പെർസെൻറ്റേജ് എങ്ങനെയാണ്? ലോസ് പെർസെൻറ്റേജ് ഈസ് ഇക്വൽ ടു ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇവിടെ ലോസ് എത്രയാണ്? 36 ആണ്, കോസ്റ്റ് പ്രൈസ് 100 ആണ്, ഇൻറ്റു 100 ക്യാൻസലായി. 36% ആണ് ലോസ്. സെയിം ക്വസ്റ്റ്യൻ വേറൊരു മെത്തേഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്? തന്നിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് 8 എണ്ണത്തിന് 10 രൂപ, സെല്ലിംഗ് പ്രൈസ് 10 എണ്ണത്തിന് 8 രൂപ. നമ്മളിത് ഇക്വേറ്റ് ചെയ്യണം. അപ്പം 10 കൊണ്ട് 2 നമ്പേഴ്സിനെ ഇൻറ്റു ചെയ്തു. 8 × 10 80, 10 × 10 100. ഇനി ഇവിടെ താഴെ സെല്ലിംഗ് പ്രൈസിനെ 8 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 8 × 10 80, 8 × 8 64. ഇവിടെ ഇത് കോസ്റ്റ് പ്രൈസ് ആണല്ലോ. ആദ്യത്തെ കോസ്റ്റ് പ്രൈസ്, രണ്ടാമത് സെല്ലിംഗ് പ്രൈസുമാണ്. അപ്പോൾ ഡിഫറൻസ് 36 ആണ്. 36 ആണ് ലോസ്. ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് 100 ആണ്, ഇൻറ്റു 100 ക്യാൻസൽ ആകുമ്പോൾ 36% ലോസ് എന്ന് കിട്ടും നമുക്ക്. കാരണം കോസ്റ്റ് പ്രൈസ് ആണ് ഇവിടെ 100 ആണ്. 100 രൂപ മുടക്കി, പക്ഷെ തിരിച്ച് 64 രൂപയെ കിട്ടിയുള്ളൂ. അപ്പോൾ 36% നഷ്ടമാണ്. If the cost price of 25 tables is equal to the selling price of 20 tables, find the profit or loss percentage. 25 ടേബിളിൻ്റെ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 20 ടേബിൾസ്. 25 മേശയ്ക്ക് വാങ്ങിയ വില 20 എണ്ണം വിറ്റ വിലയ്ക്ക് തുല്യമാണ്. അതായത് 25 എണ്ണം വാങ്ങിച്ചത് 100 രൂപയാണെങ്കിൽ
20 എണ്ണം വിറ്റപ്പോഴേ നമുക്ക് 100 രൂപ കിട്ടി. ബാക്കി 5 മേശ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് എത്ര രൂപയ്ക്ക് വിറ്റാലും നമുക്ക് പ്രോഫിറ്റാണ്. ഓക്കെ, ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ടേബിളിന് 1 രൂപ വെച്ചാണ് വാങ്ങിച്ചതെന്ന് കരുതുക. ഒരു ടേബിളിന് 1 രൂപ വെച്ചാണ് വാങ്ങിച്ചതെങ്കിൽ 25 മേശ വാങ്ങിക്കുമ്പോൾ എത്ര രൂപയാണ്? 25 രൂപ. 20 എണ്ണമാണ് വാങ്ങിക്കുന്നതെങ്കിൽ എത്ര രൂപയാണ്? ഒരെണ്ണത്തിന് 1 രൂപ, അപ്പോൾ 20 എണ്ണം വാങ്ങിക്കാൻ 20 രൂപ. ഇനി സെല്ലിംഗ് പ്രൈസ് ഓഫ് 20 ടേബിൾസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് ഓഫ് 20 ടേബിൾസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 25. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഓഫ് 25 ടേബിൾസ് എത്രയാണ്? 25 ആണ്. കോസ്റ്റ് പ്രൈസ് 20, സെല്ലിംഗ് പ്രൈസ് 25 ആണ്. 20 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം നമ്മൾ 25 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ 25 മൈനസ് 25 ആണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് 5 ആണ്, കോസ്റ്റ് പ്രൈസ് 20 ആണ്, ഇൻറ്റു 100. 20യും 100ഉം ക്യാൻസലായി 5 ആണ്. 5 ഇൻറ്റു 5 25% പ്രോഫിറ്റ് ആണ്. പക്ഷേ എക്സാം ഹോളിൽ നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതി ചെയ്യാൻ സമയമില്ല. എക്സാം ഹോളിൽ നമുക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി ഇതാണ്. കോസ്റ്റ് പ്രൈസ് ഓഫ് 25 ടേബിൾസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 20 ടേബിൾസ്. കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ്, അതായത് സെല്ലിംഗ് പ്രൈസിനെ ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നു. ഇവിടെ 20 ഉണ്ട്. ഈ 25നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ ബൈ 25 ആയി. കോസ്റ്റ് പ്രൈസ് 20 ആണ്. പ്രോഫിറ്റ് എത്രയാണ്? 25ൽ നിന്ന് 20 പോയാൽ 5 ആണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 5 ബൈ 20 ഇൻറ്റു 100. ക്യാൻസൽ ആകുമ്പോൾ 5 ഇൻറ്റു 5 25% ആണ് പ്രോഫിറ്റ്. ഇനി ഇതിൽ എളുപ്പമുള്ളൊരു വഴിയാണ് അടുത്തത്. എത്ര എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണോ തന്നിരിക്കുന്നത് ആ നമ്പർ 25 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ്. ഇനി എത്ര എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്? 20 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 മൈനസ് 100. 20യും 100ഉം ക്യാൻസലായി 5. 25 ഇൻറ്റു 5 125 ആണ്. 125 മൈനസ് 100 എത്രയാണ്? 25% ആണ് ആൻസർ. 25% പ്രോഫിറ്റ് ആണ്. ഇൻ കേസ് ലോസ് ആണെങ്കിൽ ഇവിടെ മൈനസ് വന്നേനെ. മൈനസ് വന്നാൽ ലോസ്, പ്ലസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇനി ഇതിൽ എളുപ്പമുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ, തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിനും ഡിഫറൻസ് ആണ്. 25ൻ്റെയും 20ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 5 ആണ് ഡിഫറൻസ്. ബൈ കോസ്റ്റ് പ്രൈസ് ആണല്ലോ. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 25 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു എത്ര എണ്ണത്തിൻ്റെ ആണെന്നാണ് പറഞ്ഞാൽ, ഇത് നമ്മൾ 20. ഈ 20 നമ്മൾ കോസ്റ്റ് പ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 5 ബൈ 20 ഇൻറ്റു 100. ക്യാൻസൽ ആകുമ്പോൾ 5 ഇൻറ്റു 5 25% ആണ് പ്രോഫിറ്റ്. എട്ട് സാധനങ്ങളുടെ വാങ്ങിയ വില 10 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് 8 എണ്ണം ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 10 എണ്ണം. 8 എണ്ണം വാങ്ങിച്ച വില കിട്ടാൻ 10 എണ്ണം വിൽക്കേണ്ടി വന്നു. അപ്പോൾ നഷ്ടമാണേ. ഇനി ഇതെങ്ങനെ ചെയ്യാം? ഒരു മെത്തേഡാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഇപ്പുറത്തുണ്ടെന്നു. കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 10. 8 ഈക്വൽ ടുൻ്റെ അപ്പുറത്താകുമ്പോൾ താഴെ വന്നു. കോസ്റ്റ് പ്രൈസ് 10, സെല്ലിംഗ് പ്രൈസ് 8. അപ്പോൾ ലോസ് എത്രയാണ്? 2 രൂപ നഷ്ടം. അപ്പോൾ ലോസ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്താണ്? ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലോസ് 2 ആണ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 10 ആണ്. ഇൻറ്റു 100. സീറോസ് ക്യാൻസലായി 20% ലോസ്. ഇനി അടുത്ത മെത്തേഡ് യൂസ് ചെയ്യാനാണെങ്കിൽ എങ്ങനെയാണ്? ആദ്യം തന്നിരിക്കുന്ന നമ്പർ ആദ്യം എഴുതി 8 ബൈ രണ്ടാമത് വന്നിരിക്കുന്നത് 10 ഇൻറ്റു 100 മൈനസ് 100. സീറോസ് ക്യാൻസലായി 80 മൈനസ് 100. അപ്പോൾ മൈനസ് 20% കിട്ടും. അപ്പോൾ ലോസ് ആണ്. -20 എന്ന് പറഞ്ഞാൽ 20% ലോസ് എന്നാണ്. ഇതിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് എന്താണ്? തന്നിരിക്കുന്നതിൻ്റെ ഡിഫറൻസ് കാണുക. 8ൻ്റെയും 10ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. ബൈ 8 സാധനങ്ങളുടെ വാങ്ങിയ വില
10 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 10 എടുത്തു ഇൻറ്റു 100 20% ലോസ്. ഇത് ലോസാന്ന് നമുക്കറിയാലോ. 8 സാധനങ്ങൾ വാങ്ങിച്ച വില നമുക്ക് കിട്ടിയത് 10 എണ്ണം വിറ്റപ്പോഴാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നഷ്ടമാണ്, നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയല്ലോ. അപ്പോൾ അത് 20% ലോസ്.